ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ജന്നത്ത് കെ ബച്ചെ. ജന്നത്ത് കെ ബച്ചെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കുട്ടികൾ. ഇതൊരു ഫിലിമി ലേഖാണ്, ഒരു സിനിമ ലേഖനാണ്. ഇതെഴുതിയത് വിവേക് മെഹത്തയാണ് കേട്ടോ. ഇതാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളാണ് വിവേക് മെഹത്ത. 1951 ഏപ്രിൽ 7 ജനിച്ചത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം അല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. बचपन में मेरा एक बहुत ही अच्छा दोस्त हुआ करता था സെമീർ നാം കാ. കുട്ടിക്കാലത്ത് എനിക്ക് സെമീർ എന്ന ഒരു നല്ല സുഹൃത്തുണ്ടായിരുന്നു. പത്താ നെഹീം കഹാം ഹെ വോ ആജിക്കൽ. അത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവന് എവിടെയാണെന്ന് അറിയില്ല. കുട്ടിക്കാലത്തുള്ള ഒരു ഫ്രണ്ടാണ് സെമീർ, പക്ഷെ അയാളിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. पर हाल ही में जब मैंने एक फिल्म देखी तो, എന്നാൽ അടുത്തിടെ ഒരു സിനിമ കണ്ടപ്പോൾ उससे जुड़ी कुछ यादें मेरे जहन में ताज़ा हो गई. അടുത്തിടെ ഒരു സിനിമ കണ്ടപ്പോൾ അവനുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഉൻ യാദോം കെ ബാരേ മേ ബതാനെ സേ പഹലെ, അവനെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പ് ഇസ് ഫിലിം കെ ബാരേ മേ ബത്താത്താ ഹും, ഈ സിനിമയെക്കുറിച്ച് പറയാം. ഒരു ഫിലിം കണ്ടപ്പോഴാണ് ആ പഴയ ഒരു കുട്ടിക്കാലത്തൊരു ഫ്രണ്ട് സെമീറിനെ ഓർമ്മ വന്നത്. അപ്പോൾ ആ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം എന്നാണ് നമ്മുടെ ലേഖകന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫിലിമിൻ്റെ പേരെന്താണ്? ചിൽഡ്രൻ ഓഫ് ഹേവൻ, ജന്നത്ത് കെ ബച്ചെ, സ്വർഗത്തിലെ കുട്ടികൾ എന്നാണ് കേട്ടോ. ഓക്കെ, ഇസ് ഫിലിം കാ നാം ഹെ ചിൽഡ്രൻ ഓഫ് ഹേവൻ യാനി ജന്നത്ത് കെ ബച്ചെ. ഈ ഫിലിമിൻ്റെ പേരാണ് ചിൽഡ്രൻ ഓഫ് ഹേവൻ, അതായത് സ്വർഗത്തിലെ കുഞ്ഞുങ്ങൾ. യഹ് ഏക്ക് ഇറാനി ഫിലിം ഹേ, ഇതൊരു ഇറാനി ഫിലിമാണ്. ഇസ് ഫിലിം കെ മുഖ്യ കിർദാർ ഹൈ അലി ഔർ സാഹ്റ നാം കെ ദോ ബച്ചെ. ഈ ഫിലിമിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് അലി ഓർ സഹ്റ. അലി സഹ്റ എന്ന പേരുള്ള രണ്ട് കുട്ടികൾ. അലി എന്ന് പറഞ്ഞൊരു ആൺകുട്ടിയും സഹ്റ എന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരു കഥയിലെ, ഈ ഒരു ഫിലിമിലെ ക്യാരക്ടേഴ്സ്. ഓക്കെ, എന്താണ് ഈ സിനിമയിലുള്ളത്? ഫിലിം ശുരു ഹോത്തി ഹേ ബാസാർ കെ ഏക് ദൃശ്യ സേ. അങ്ങാടിയിലെ ഒരു ദൃശ്യം, ഒരു രംഗത്തോടെയാണ് ഈ ഒരു ഫിലിം ആരംഭിക്കുന്നത്. യഹാം അലി ഏക് മോച്ചി ദുക്കാൻ പർ ഖഡ. അവിടെ അലി ഒരു ചെരുപ്പ് കുത്തിയുടെ കടയിൽ നിൽക്കുകയാണ്. അപ്പിനി ബഹൻ സാഹ്റ കെ പുരാനെ ജൂത്തെ മർമത്ത് കറുവാ രഹാ ഹേ. എന്തിനു വേണ്ടിയിട്ട് പോയതാ? അലി തൻ്റെ സഹോദരി സഹ്റയുടെ പഴയ ഷൂ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ആകെ ഹോത്ത യൂം ഹേ. പിന്നീട് സംഭവിക്കുന്നത്, കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കി ഘർ ആത്തെ സമയ് ഗൽത്തി സെ വേ ജൂത്തെ അലി സെ കഹീം ഗോ ജാത്തെ ഹൈം. പിന്നീട് സംഭവിക്കുന്നത്, വീട്ടിലേക്ക് വരുന്നതിനിടയിൽ അലിക്ക് അലിൻ്റെ കയ്യിൽ നിന്ന് ആ ഷൂവ് എവിടെയോ വെച്ച് അബദ്ധത്തിൽ നഷ്ടപ്പെടുന്നു. വോ പരേഷാൻ ഹോത്താ ഹേ. അവന് വിഷമിക്കുന്നു. ഷൂവ് മിസ്സായില്ലേ, അനിയത്തിൻ്റെ ഷൂവ് നന്നാക്കാൻ വേണ്ടി പോയതാണ്, തിരിച്ചു വരുന്ന സമയത്ത് എവിടെയോ മിസ്സായി, അങ്ങനെ അവന് വിഷമിക്കുന്നു. ബഹുത്ത് ടൂണ്ട്താ ഹേ. ഒരുപാട് തിരഞ്ഞു നോക്കി. പാർ ചൂതേ നഹി മിൽത്തേ. പക്ഷേ എന്നാൽ ഷൂസ് കണ്ടെത്താനായില്ല. പോരുന്ന വഴിയിൽ എവിടെയോ മിസ്സായതാണ്, അങ്ങനെ കുറേ തിരഞ്ഞു നോക്കിയിട്ട് കിട്ടില്ല. ആ കിർക്കാർ, അവസാനം ഒടുവിൽ വഹ് ബഡേ ഹി ബുജേ മനസ്സേ അപ്നെ ഘർ പഹുഞ്ച്താ ഹേ. അവന് വളരെയധികം വിഷമിച്ച മനസ്സോടെ വീട്ടിലെത്തുന്നു. ജഹാൻ സാഹ്റ ഉസ്ക ഇന്തസാർ കർ രഹി ഹേ. അവിടെ സാഹ്റ അവനെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അലി ഇപ്പോൾ ഷൂ നന്നാക്കി വരുന്നെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജൂതേ കുംഹോ ജാനെ കി ബാത് സുൻകർ വഹ് ഉദാസ് ഹോ ജാത്തി ഹേ.
അവളുടെ ഷൂ നഷ്ടപ്പെട്ടു എന്ന കാര്യം കേൾക്കുമ്പോൾ അവൾ എന്താവും, സങ്കടപ്പെടുന്നു. അവൾക്ക് വിഷമമാവുന്നു ഷൂ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ. പർ യഹ് സോച്ച് കർ कि घर में तो नए जूतों के लिए पैसे तो है. എന്നാൽ ഇത് ചിന്തിച്ചിട്ട് എന്താ ചിന്തിച്ചത്, വീട്ടിൽ പുതിയ ഷൂ വാങ്ങാൻ പൈസ ഇല്ല. പൈസ തോ ഹേ നഹി, പൈസ ഇല്ല. അവർ ജൂത്തെ ഗുംനെ കി ബാത് ജാൻകർ അലി കോ സസ മിൽ സക്തി ഹേ. പിന്നെ പുതിയ ഷൂ വാങ്ങാൻ പൈസ ഇല്ല, പിന്നെ ഷൂ കളഞ്ഞു പോയ കാര്യം അറിഞ്ഞാൽ അലിക്ക് എന്ത് കിട്ടും, അലിക്ക് ശിക്ഷയും കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് അവൾ എന്ത് ചെയ്തു, വഹ് അപ്പിനെ അമ്മി അബ്ബൂക്കോ കുച്ച് നെഹി ബത്താത്തി. അവൾ അമ്മനോടും അച്ഛനോടും മാതാപിതാക്കളോട് അവൾ എന്ത് ചെയ്തു, അവൾ ഒന്നും പറയുന്നില്ല, ഒന്നും പറഞ്ഞില്ല. അലിക്ക് ചീത്ത കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പുതിയ ഷൂ വാങ്ങാൻ എന്തായാലും പൈസ ഇല്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഷൂ മിസ്സായ കാര്യം വീട്ടിൽ പറഞ്ഞില്ല. കൈർ ദോനോം ആപ്പസ് മേം സലാഹ് കർ ഏക് തർക്കീബ് നിക്കാൽത്തെ ഹൈ. ശരി, രണ്ടുപേരും പരസ്പരം ആലോചിച്ചിട്ട് ഒരു ഉപായം കണ്ടെത്തുന്നു. കി എന്തെന്നാൽ, എന്ത് ഉപായമാണ് അവർ രണ്ടുപേരും കണ്ടെത്തുന്നത്, വേ ദോനോം അലി കെ ജൂതോം കോ മിൽ ബാണ്ട് കർ ഇസ്തേമാൽ കരെങ്കെ. അവർ രണ്ടുപേരും അലിയുടെ ഷൂവ് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് ഉപയോഗിക്കാം. രണ്ടുപേർക്കും ചേർന്നിട്ട് ആ അലിൻ്റെ ഷൂ തന്നെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഉപായം അവർ കണ്ടെത്താണ്. അലി കെ ജൂത്തെ സാഹ്റ കെ ലിയെ ഥോഡെ ബഡേ തോ ഹൈ പർ ഇസ്സെ ക്യാ. അലിൻ്റെ ഷൂവ് സഹ്റക്ക് അല്പം വലുതായിരുന്നു. പർ ഇസ്സെ ക്യാ, അതിനിപ്പോൾ എന്താ അല്ലേ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണമല്ലോ. തൈ ഹോത്താ ഹെ കി പഹലെ സഹ്റ സുബഹ് കെ സമയ ജൂത്തെ പഹൻകർ സ്കൂൾ ജായെങ്കി. അവർ തീരുമാനിക്കുന്നു കി എന്തെന്നാൽ, പഹലെ സഹ്റ സുബഹ് കെ സമയ, ആദ്യം സഹ്റ രാവിലെ സമയം, ജൂത്തെ പഹൻകർ സ്കൂൾ ജായെങ്കി, ആ ഷൂ ധരിച്ചിട്ട് സ്കൂളിൽ പോകും. ഔർ ഫിർ ദോപഹർ കെ സമയം, പിന്നീട് ഉച്ച സമയത്ത്, രാവിലെ സഹ്റ ഷൂ ഇട്ടിട്ട് സ്കൂളിൽ പോകും, എന്നിട്ട് ഉച്ച സമയത്ത് അലി ഉൻഹേം പഹൻകർ സ്കൂൾ ജായേഗ. അലി എന്ത് ചെയ്യും, അത് ധരിച്ചിട്ട് സ്കൂളിൽ പോകും. അങ്ങനെയാണ് അവർ തീരുമാനിച്ചത്. രണ്ടുപേരും കൂടി അലിൻ്റെ ഷൂ തന്നെ യൂസ് ചെയ്യാമെന്ന്. രാവിലെ സഹ്റ ഇടാം, ഉച്ചൻ്റെ ശേഷം രാവിലെ പോയിട്ട് സഹ്റ ഉച്ചക്ക് തിരിച്ചു വരും, പിന്നെ സഹ്റ എന്ത് ചെയ്യും, പിന്നെ അലി ആ ഷൂ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അവർ തീരുമാനിച്ചു. ലേക്കിൻ ദോനോം കി ബനായി യഹ് തർക്കിബ് ഹർ റോസ് ഹി ഉൻകെ ലിയെ ഏക് നയി പരേശാനി ഘടിക്കർ ദേത്തി ഹേ. എന്നാൽ ഇരുവരും ചേർന്ന് രൂപപ്പെടുത്തിയ ഈ ഒരു ഉപായം അവർക്ക് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ തീരുമാനിച്ച ആ ഒരു ഉപായം കൊണ്ട് അവർക്ക് ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. अपने अम्मी अब्बू और टीचरों से इस बात को छुपाने की जद्दोजहद में अली और जहरा की यह कहानी कई सुंदर रास्तों से गुजरती ही. अपने അമ്മി അബ്ബു അവർ ടീച്ചറും സെ, തൻ്റെ മാതാപിതാക്കളിൽ നിന്നും ടീച്ചറിൽ നിന്നും, ഇസ് ബാത്ത് കോ ചുപ്പാനെ കി ജദ്ദോജഹദ് മേ, ഈ കാര്യം തൻ്റെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഇത് മറയ്ക്കാൻ പാടുപെടുന്ന, ഈ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന അലി ഔർ സഹ്റ കി യഹ് കഹാനി, അലിയുടെയും സഹ്റയുടെയും ഈ ഒരു കഥ കൈ സുന്ദർ രാസ്തോം സേ ഗുസർത്തി ഹേ, ഒരു മനോഹരമായ പല വഴികളിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഈ ഒരു ഫിലിമിൽ അവർ ആ ഒരു രണ്ടാളും ആ ഷൂ തന്നെ ഉപയോഗിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, രണ്ടാളും കൂടി ഉണ്ടാക്കിയൊരു തീരുമാനമാണ്, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും ടീച്ചർമാരിലൊക്കെ ഒളിപ്പിച്ച് വെക്കുകയാണ് ഈ ഒരു കാര്യം. അങ്ങനെ അപ്പോൾ ആ ഒരു ഫിലിം അവരുടെ മറച്ചു വെക്കലിൻ്റെയും അങ്ങനെ ഒരുപാട് കഥകളിലൂടെയൊക്കെ അങ്ങനെ നടന്നു പോകുന്ന ഒരു കഥയാണ് കേട്ടോ. വളരെ സുന്ദരമായ ഒരു കഥയാണ് ഈ ഒരു ജന്നത്ത് കെ ബച്ചെ എന്നുള്ള കഥ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗമാണ് മിസ് ഡിസ്കസ് ചെയ്തിട്ടോ. ഓക്കെ, നമ്മുടെ ഫിലിമിലേക്ക് കുറച്ചും കൂടി ഉണ്ട്, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വേർഡ് മീനിങ് ഒക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ മക്കൾ നോട്ട് ചെയ്യണം. ഓക്കെ, ബൈ.